സത്യം പറഞ്ഞാൽ നിങ്ങളൊക്കെ വരുന്നതിന് മുന്നേ വന്ന് ഇവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. എനിക്ക് പോലും മനസ്സിലായില്ല കണ്ടിട്ട്. ആ അതിപ്പോ ഒരു പടം ചെയ്യണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ഒരു അപ്പിയറൻസ് ആണ്. അതെ, സത്യം അതാണ് എന്റെ ഏറ്റവും വലിയൊരു സന്തോഷം. ഞാൻ എന്റെ 9ഉം 10ഉം പ്രീ ഡിഗ്രിയും ഇവിടെ ആയിരുന്നു, എന്താ പറയാ, കോഴിക്കോടായിരുന്നു, ഗുരുവായൂരപ്പൻ കോളേജ്. അതെ, ഗുരുവായൂരപ്പൻ കോളേജിലും ഇവിടെ ഗണപത് ബോയ്സിലും ഒക്കെ ആയിട്ട്. സത്യം പറഞ്ഞാൽ കോഴിക്കോട് ഉണ്ടായിരുന്ന ആ സമയത്താണ് എന്റെ മനസ്സിൽ ഈ സിനിമയിൽ അഭിനയിക്കണം എന്നുള്ള ഒരു ആഗ്രഹം കയറി വരുന്നത്. ഇതിന്റെ ഏറ്റവും രസമുള്ളൊരു കോൺഫിഡൻസ് എന്താ അറിയോ, മനോട്ടനെ അത് പറഞ്ഞിട്ടുണ്ട്. ഒരു ദിവസം രാത്രി വെറുതെ പഠിക്കുന്ന സമയത്ത്, ഈ പ്രീ ഡിഗ്രി ഫസ്റ്റ് ഇയർ പഠിക്കും, മനോജേട്ടനെ സ്വപ്നം കണ്ടു. ആ ഇതിന്റെ പിറ്റേ ദിവസം എന്താ പറയാ, കണ്ണൂർ എന്ന് പറഞ്ഞ പടത്തിന്റെ ലൊക്കേഷനിൽ ഞാൻ വരാനിടയായി. അവിടെ വെച്ച ഒരു സംവിധായകൻ എൻ്റെ അടുത്ത് അഭിനയിക്കാൻ താല്പര്യമുണ്ടെന്ന് ചോദിച്ചു. അങ്ങനെയാണ് ഞാൻ സിനിമയിലേക്ക് വരുന്നത്. അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും സിനിമയിൽ അഭിനയിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ മനോജേട്ടന്റെ സ്വപ്നം കാണുക, അടുത്തുള്ള ലൊക്കേഷനിലേക്ക് പോവുക. അതേ മനോജേട്ടന്റെ കൂടെ ഇങ്ങനെ ഈ ഒരു പടത്തിന്റെ ഒരു ആഘോഷത്തിന്റെ ഭാഗമായിട്ട് നിൽക്കാൻ പറ്റുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. പിന്നെ ഞാൻ എന്താ പറയാ, കുറച്ച് നേരത്തെ എത്തിയതുകൊണ്ട് ആസിഫിനെ എല്ലാവരും വെയിറ്റ് ചെയ്തുകൊണ്ട് ഒപ്പം ഞാനും ഇങ്ങനെ ആകാംക്ഷയോടെ വെയിറ്റ് ചെയ്യായിരുന്നു. അപ്പൊ എനിക്ക് ആ ഫീല് മനസ്സിലായിട്ട് അവസാനം വരുന്നു. അതിന്റെ അടുത്തേക്ക് വരുമ്പോൾ ആ കയ്യടിയും പരിപാടിയും എൻജോയ് ചെയ്യായിരുന്നു. ഏതായാലും ഒരുപാട് സന്തോഷം. ഇവിടെ ഉള്ള എല്ലാ ക്രൂ മെമ്പേഴ്സിനും അതെ, ഒരുപാട് സന്തോഷം. താങ്ക് യു സോ മച്ച്. ഇനി നമ്മളുടെ ഏറ്റവും പ്രിയപ്പെട്ട മേഘ തോമസിനെ ഞാൻ ഇൻവൈറ്റ് ചെയ്യാണ്. ഒരു കിടിലൻ റോളാണോ ഈ സിനിമയിൽ പുള്ളിക്കാരി ചെയ്തിട്ടുള്ളത്. സോ പടം കണ്ട ആൾക്കാർ ഒരു കൈയടി പോരട്ടെ. തികച്ചും അസാധ്യം എന്ന് പറയാവുന്ന അതുമാതിരിയുള്ള പ്രകടനങ്ങളാണ് കാഴ്ചവെച്ചിട്ടുള്ള സിനിമയിൽ നമുക്ക് പറയേണ്ടി വരും. സംസാരിച്ചോളൂ കോഴിക്കോടുകാരോട്. ഹലോ കോഴിക്കോട്. ഏറ്റവും കോഴിക്കോട് എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ളൊരു സ്ഥലമാണ്. ആർട്ട് ആൻഡ് കൾച്ചർ, ലിറ്ററേച്ചർ എല്ലാത്തിനെയും നന്നായിട്ട് അപ്രീഷിയേറ്റ് ചെയ്യുന്ന ഒരു സ്ഥലം കൂടെയാണ്. ആൻഡ് ഐ എം റിയലി ഹാപ്പി ദാറ്റ് ഞാൻ ചെയ്ത സിനിമ രേഖാചിത്രത്തിൻ്റെ സക്സസ് എനിക്ക് ഇങ്ങനത്തെ ഒരു ക്രൗഡിൻ്റെ കൂടെ സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഐ ഹോപ്പ് നിങ്ങളെല്ലാവരും രേഖാചിത്രം കണ്ടിട്ടുണ്ട്. കാണാത്ത ആൾക്കാർ പ്ലീസ് സിനിമ കാണാം. താങ്ക് യു. So thank you so much. ഇനി നമ്മുടെ മറ്റൊരു ആക്ടേഴ്സിനെ ഞാൻ ഇൻവൈറ്റ് ചെയ്യാണ്. Let me invite Bhama to speak some words. ഇനി ഭാമയാണ് സംസാരിക്കുന്നത്. ഒരു കൈയടി കാലിക്കറ്റിന്റെ. അനി എല്ലാവരുടെ കയ്യിലും മൊബൈൽ ഫോൺസ് ആണ്, പിന്നെ എങ്ങനെ ഇത് വെച്ച് കൈയടിക്കും? ഹലോ 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 കോഴിക്കോട്, എന്തെല്ലാം സുഖല്ലേ? എല്ലാരും പടം കണ്ടു എന്ന് വിശ്വസിക്കുന്നു.